ഈ 23 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്ന വ്യക്തികളെ തടയേണ്ടതുണ്ടോ അതിൽ നിന്ന്? അല്ലെങ്കിൽ അവരോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്ന് ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാത്രി നിസ്കാരം, ഇവിടുത്തെ തർക്കം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നിസ്കാരത്തിൻ്റെ എണ്ണം അത് നിർണ്ണയിക്കപ്പെട്ടതാണോ നിർണിതമാണോ അല്ലേ എന്നതാണ്. അപ്പോൾ അതിലൊരു വിഭാഗം ആളുകൾ പറഞ്ഞ് രാത്രി നിസ്കാരത്തിൻ്റെ എണ്ണം നിർണിതമാണ്. ആ നിർണിതം എന്ന് പറയുമ്പോൾ അതിന് തെളിവ് പറഞ്ഞത് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബ് തറാവീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ബാബു തറാവീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് തന്നെയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുമുള്ള ഹദീസ്. മാക്കാന യസീദു ഫി റമളാന വല ഫി ഗൈരിഹി അല 11 എന്ന് പറഞ്ഞ ഹദീസ്. അഥവാ റമളാനിലോ അല്ലാത്ത കാലഘട്ടങ്ങളിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 11 റക്അത്തിൽ കൂടുതൽ നിസ്കരിക്കാറുണ്ടായിരുന്നില്ല എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ 11 റക്അത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ആധുനികന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഷെയ്ഖ് നാസുദ്ദീൻ അൽബാനി റഹിമഹുല്ലയെ പോലെയുള്ള ആളുകളൊക്കെ. എന്നാൽ രണ്ടാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞത് രാത്രി നിസ്കാരം എന്നുള്ള നിലക്ക് എന്തില്ല, രാത്രി നിസ്കാരത്തിന് പ്രത്യേകിച്ച് എണ്ണമില്ല. സ്വലാത്തുല്ലൈലി മസ്ന ഈ രണ്ട് റക്കായത്തായിക്കൊണ്ട് രാത്രി നിസ്കാരം എത്രയും നിർവഹിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി രണ്ടായി റക്കായത്ത് നിസ്കരിക്കും. ഫജ്റിനെ ഭയപ്പെട്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്തറാക്കാറായിരുന്നു പതിവ്. അപ്പോൾ നബി പതിവ് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് 13 റക്അത്ത് നിസ്കാരം സ്ഥിരപ്പെട്ടു വന്നതുമുണ്ട്. അങ്ങനെ വരുമ്പോൾ അതൊരു എണ്ണം നിർണ്ണയിക്കപ്പെട്ട നിസ്കാരമല്ല. മാത്രവുമല്ല, നബിയുടെ അടുക്കൽ ഒരു അറാബി വന്ന് രാത്രി നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ എണ്ണമായിരുന്നു അതിന് വലിയൊരു പ്രത്യേകത എങ്കിൽ നബി എണ്ണം പറയുമായിരുന്നു. അതേസമയത്ത് നബി എണ്ണം പറയാതെ മുസ്തഫ്തിയുടെ ഹാല് മനസ്സിലാക്കി, അഥവാ ഫത്വ ചോദിച്ചു വന്നതാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുത്തത് സ്വലാത്തുല്ലൈലി മസ്ന എന്നതാണ്. അതുകൊണ്ട് ഇതിന് എണ്ണം നിർണ്ണയിക്കപ്പെടുക എന്നുള്ള സംവിധാനം, അതൊരു എണ്ണം നിർണ്ണയിക്കപ്പെട്ട നിസ്കാരമല്ല എന്നതാണ്. ഇതാണ് ഭൂരിഭാഗ പണ്ഡിതന്മാരും ഫുഖഹാക്കളും പറഞ്ഞത്. ആ ആളുകൾ പറഞ്ഞത് അങ്ങനെയൊക്കെയാണെങ്കിൽ, ഇപ്പോൾ ഷെയ്ഖ് സാലിഹ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലയുടെ ഷറഹുൽ മുംതിയിൽ ഈ വിഷയം വളരെ സുന്ദരമായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചതാണ് ഏറ്റവും അഫ്ദലായ രീതി, 11 റക്അത്ത് സുദീർഘമായി നിസ്കരിക്കുക. അതായത് സുദീർഘമായി 11 റക്അത്ത് നിസ്കരിക്കുക. അപ്പോൾ ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇനി സുദീർഘമായി നിസ്കരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് റുക്കുകളും സുജൂദുകളും വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് റക്അത്തിൻ്റെ എണ്ണം കൂടും. അങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം 23 അല്ലെങ്കിൽ 39 ഇനി 101 1001 ആയി തീർന്നു എന്ന് വിചാരിക്കുക. ആ രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല ഭൂരിഭാഗ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ. എന്നാൽ നമ്മുടെ നാട്ടിലെ വാദം വിചിത്രമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരുടെ വാദം എന്താ വെച്ചാൽ 23 തറാവീഹ് പറ്റുള്ളൂ. 23 കൂടിയാലും തറാവീഹ് ആവില്ല, 23 കുറഞ്ഞാലും തറാവീഹ് ആവുകയില്ല. അങ്ങനത്തെ ഒരു വാദം ലോകത്താർക്കില്ല. മദ്ഹബുകളുടെ ചർച്ചയിലേക്ക് പോയാൽ ഇമാം ഷാഫി റഹിമഹുല്ലക്ക് വരെ അങ്ങനത്തെ വാദമല്ല. 23 കൂടിയാലും തറാവീഹ് ആവില്ല, 23 കുറഞ്ഞാലും തറാവീഹ് ആവില്ല എന്നുള്ള രൂപത്തിലുള്ള ആ വാദമാണ് എന്താക്കിയത് ഇവിടെയുള്ള മുസ്ലിയാക്കന്മാർ വാദിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, നിങ്ങൾ 11 നിസ്കരിച്ചാൽ തറാവീഹ് ആവില്ല എന്ന് പറയില്ല. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്കരിച്ചതുപോലെ റക്അത്തുകളുടെ എണ്ണം കുറക്കലും ഖിയാമിൻ്റെ നീളം കൂട്ടലുമാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ല അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് എണ്ണം നിർണ്ണയിക്കപ്പെട്ടതല്ല എന്നുള്ള നിലക്ക് ഒരാൾ 23 നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടേണ്ടവനല്ല. എന്നാൽ 23 നിസ്കരിച്ചാലേ തറാവീഹ് ആവുകയുള്ളൂ, അതിൻ്റെ മേൽക്കും തറാവീഹ് ഇല്ല, അതിൻ്റെ താഴേക്കും തറാവീഹ് ഇല്ല എന്ന് പറയുന്ന വാദമുണ്ടെങ്കിൽ അതെന്തല്ല, അത് ശരിയായൊരു വാദമായിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതാണ് ഇവരെ അടിസ്ഥാനം എന്നുള്ളതാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. സമസ്തക്കാർ പറയുന്ന 23 ആ നിലക്ക് നോക്കുകയാണെങ്കിൽ യാതൊരു തെളിവുമില്ല. അതേസമയത്ത് എണ്ണം നിർണ്ണയിക്കപ്പെട്ടത് എന്ന ചർച്ചയിലേക്ക് വരുമ്പോൾ അത് 11 ആ നിലക്ക് തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ല കിതാബ് തറാവീഹ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ബാബ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്നിട്ട് അതിൽ കൊണ്ടുവന്നത് ആയിഷ ബീവിൻ്റെ ഈ ഹദീസുമാകുമ്പോൾ ഫിഖ്ഹുൽ ബുഖാരി വെച്ച് നോക്കണം. ഇമാം ബുഖാരി ഷാഫിയാണല്ലോ, അദ്ദേഹം വരെ 11 എന്താക്കുന്നത് ആ നിലക്ക് തർജീഹ് ചെയ്യുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുൻഗാമികളായ പണ്ഡിതന്മാർ മുതൽ തന്നെ ഇത് എണ്ണം നിർണ്ണയിക്കപ്പെട്ടതാണോ അല്ലേ എന്നതിൽ തർക്കമുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ നിസ്കരിച്ചപ്പോൾ മാലിക്കിൻ്റെ ഒക്കെ മദ്ഹബിൽ 33 ഒക്കെ നിസ്കരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ രൂപത്തിൽ അതിൻ്റെ വിഷയത്തിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വഖൈറുൽ ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തിൽ നമുക്കാർക്കും തർക്കവും ഇല്ല എന്നതാണല്ലോ ആ വിഷയത്തിൻ്റെ മർമ്മം.
അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.